الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ സത്യവിശ്വാസികളെ, നമ്മെ പടച്ചു പരിപാലിക്കുന്ന ഏകനായ ആരാധ്യന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നാഥൻ അവനിഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനും മുസ്ലിമായി കൊണ്ട് മരിക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. ദൈവാസ്തിക്യത്തെക്കുറിച്ചും അള്ളാഹു എന്ന യഥാർത്ഥ ആരാധ്യനായ ഏകദൈവത്വത്തെക്കുറിച്ചും പ്രവാചകന്മാരുടെ മുഖ്യ ദൗത്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന കലിമത്തു തൗഹീദിനെ കുറിച്ചും ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങളിൽ ആദ്യമായ പ്രഥമമായ അള്ളാഹുവിലുള്ള വിശ്വാസം യഥാവിധി പാലിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്നുമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു വെച്ചത്. അള്ളാഹുവിനെ യഥാവിധി അറിയുവാനുള്ള, യഥാർത്ഥ മുറപ്രകാരം അറിയുവാനുള്ള ചില സൂചകങ്ങളും നമ്മൾ സംസാരിക്കുകയുണ്ടായി. അള്ളാഹുവിൽ വിശ്വസിക്കാൻ നാം എല്ലാവരും ആജ്ഞാപിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സ്രഷ്ടാവാണ് എന്നാണ് അവന്റെ ക്വാളിറ്റിയായി നമ്മൾ ഒന്നാമതായി പറഞ്ഞത്. ഒരു തീപ്പെട്ടിക്കൊല്ലി പോലും സ്വയമേവ ഉണ്ടാവില്ലെന്നും ഒരു സൂത്രധാരൻ എല്ലാ സൃഷ്ടിപ്പിന് പിന്നിലും ഉണ്ട് എന്നും പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും അതിനപ്പുറത്തുള്ള ഒരു കാരണത്തെ തേടുന്നുണ്ട് എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഒരു ബസ് ഡ്രൈവറില്ലാതെ കോഴിക്കോട് നഗരത്തിൽ നിന്നും ഇവിടെ കാന്തപുരം എന്ന സ്ഥലത്തേക്ക് വരില്ല. അപ്പോൾ പിന്നെ ആറ്റം മുതൽ ആഴി വരെയും ധൂളി മുതൽ ധൂമകേതുക്കൾ വരെയും പൾസാറുകളും ലവലുകളും കോസാറുകളും താരഗണങ്ങളും കോടിക്കണക്കിന് മറ്റ് നക്ഷത്രങ്ങളും അതീവ സങ്കീർണമായ ഈ പ്രപഞ്ചം, അതുപോലെ അനവധി കാര്യങ്ങളും അണുകിട തെറ്റാതെ കൂട്ടിമുട്ടാതെ കൃത്യമായ വ്യവസ്ഥയിൽ നടന്നു പോരുന്നുണ്ട് എങ്കിൽ അതിനൊരു നിരന്താവും സംവിധാനവും എന്തായാലും ഉണ്ടാവണം. ഡ്രൈവറില്ലാത്ത ഒരു ബസ്സിനെ ഉദാഹരിച്ചതുപോലെ സാധാരണ പറയുന്ന ലളിതമായ ഒരു ഉദാഹരണമുണ്ട്. ഒരു കഥയാണത്. ദൈവമില്ല എന്ന് വീപടിച്ച് നടക്കുന്ന ഒരു നിരീശ്വരവാദി ഒരു ഇസ്ലാമിക പണ്ഡിതനെ സംവാദത്തിന് വെല്ലുവിളിച്ചു.
ദിവസവും സമയവും ഒക്കെ നിശ്ചയിച്ചു. കൃത്യസമയത്ത് നിരീശ്വരവാദി വേദിയിലെത്തി. വളരെയധികം ജനങ്ങളും അവിടെ തടിച്ചുകൂടി. പക്ഷേ നമ്മുടെ പണ്ഡിതനെ കാണുന്നില്ല. ദൈവനിഷേധി അപ്പോൾ തന്നെ പരിഹാസത്തോടു കൂടി സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മുന്നിൽ തോറ്റുപോകുമെന്ന ഭയമാണ് അയാൾ വരാത്തത്. അതുകൊണ്ടാണ് അയാൾ വരാത്തത്. ഈ ലോകത്തിനൊരു സത്താവുണ്ടെന്ന് തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അയാൾ ഇങ്ങോട്ട് വരാത്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോഴാണ് ദൂരെ നിന്ന് ഓടിക്കിതച്ച് ആ പണ്ഡിതൻ എത്തുന്നത്. അയാൾ പറഞ്ഞു, ക്ഷമിക്കണം, ഞാനൊരു എളുപ്പം താമസിച്ചു പോയി. വരുന്ന വഴിയിൽ ഒരു പുഴ കടക്കാനുണ്ടായിരുന്നു. അവിടെ ഒരു സംഗതി കണ്ട് നോക്കി നിന്ന് ഞാൻ എളുപ്പം നേരം വൈകിപ്പോയതാണ്. ഞാൻ പുഴക്കരയിലെത്തിയപ്പോൾ അവിടെ തോണിയില്ല. അപ്പോൾ പുഴക്കരയിലുണ്ടായിരുന്ന ഒരു വലിയ മരം മറിഞ്ഞു വീണ് അത് ഒരാശാരിയുടെയും സഹായമില്ലാതെ സ്വയം തോണിയായി മാറി. പങ്കായമില്ലാതെ തുഴക്കാരനില്ലാതെ ആ തോണി എന്നെയും കെട്ടി മറുകരയിലെത്തി. ഇത്രയും പറഞ്ഞപ്പോഴേക്ക് നിരീശ്വരവാദി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഡിത്തം, ഇവിടുത്തെ കളവാണ് ഈ പറയുന്നത്. ഒരു മരം എങ്ങനെ സ്വയം തോണിയായി മാറും? ആശാരിമാർ പണിയെടുക്കാതെ എങ്ങനെ അത് ഒരു തോണിയായി രൂപാന്തരപ്പെടും? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. കേവലം ഒരു മരം ഒരു മേശയോ തോണിയോ ഒന്നും ആയി മാറുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അടുകിട തെറ്റാതെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യവസ്ഥ പ്രകാരം മുറപ്രകാരം ചലിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം സ്വയം ഉണ്ടാവും? ഈ സംഭവം ലളിതമായ ഒരു ഉദാഹരണമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറെ പേർക്കും അറിവുള്ളതായിരിക്കാം ഈ സംഭവം. എന്നാൽ ഇത് വീണ്ടും ഉദാഹരിക്കാനുള്ള കാരണം, ദൈവമില്ല എന്ന് പറയുന്ന ഏവരോടും, അത് പുതിയ തലമുറയാവട്ടെ കുട്ടികളാവട്ടെ, അവരോടൊക്കെ ഉദാഹരണമായി പറയാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് വീണ്ടും ഓർമ്മിപ്പിച്ചത്. ഇതുപോലെ നിങ്ങളുടെ കൃഷിയിടങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും ക്യാമ്പസുകളിലുമൊക്കെ അങ്ങനെ ഏത് പൊതു സദസ്സിലും പലവിധ ചർച്ചകളും നമ്മൾ മുഴുകാറുണ്ട്. അങ്ങനെ സൗഹൃദ സംഭാഷണങ്ങൾ പല വിഷയങ്ങളിലേക്കും വഴുതി പോവാറുണ്ട്. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ അള്ളാഹു അല്ലെങ്കിൽ ഇസ്ലാമിലെ ദൈവസങ്കല്പം എങ്ങനെയുള്ളതാണെന്ന് ചോദിക്കപ്പെട്ടാൽ, ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആരാധന എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുക? പല തരത്തിലാവാം. എളുപ്പമുള്ള ഒരു വഴി പറയാം. നമുക്കൊക്കെ മനഃപ്പാടമുള്ളതാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന അധ്യായം. ഈ നമ്മുടെ ദൈവസങ്കല്പത്തെ കുറിച്ച് ചോദിക്കുന്ന ഒരാളോട് ഈ അധ്യായത്തിന്റെ അർത്ഥം വിശദീകരിച്ചു കൊടുത്താൽ മതി. ദൈവം അവൻ ഏകനാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനും എല്ലാ ചരാചരങ്ങളും ആശ്രയിക്കേണ്ടുവന്നവനുമായ ഒരുവനാണ് അവൻ. അവനാർക്കും ജന്മം നൽകിയ ഒരു പിതാവല്ല, ആരിലൂടെയും ജനിച്ച ഒരു കുട്ടിയുമല്ല, അവന് തുല്യനായി ആരുമില്ല. അപ്പോ ദൈവത്തെക്കുറിച്ച്, ഇസ്ലാമിലെ ദൈവസങ്കല്പത്തെക്കുറിച്ച് ചോദിക്കുന്ന ഒരാളോട് ഈ സ്കെയിൽ വെച്ച് അളന്നാൽ ഒരാൾ ദൈവമാണോ എന്ന് മനസ്സിലാക്കാം. കേരളത്തിലും പുറത്തും പലരുടെ ആശ്രയമായും ദൈവമായും ഒക്കെ കാണുന്ന ഒരു അമ്മ, ഒരു സ്ത്രീ, ഒരാളുടെ മകളായി 1953 സെപ്റ്റംബർ 27 കൊല്ലം ജില്ലയിലെ ആലപ്പാട്ട് പഞ്ചായത്തിൽ ദമയന്തിയുടെയും സുഗുണാനന്ദന്റെയും മൂന്നാമത്തെ മകളായി ഒരു മുക്കുവക്കുടിൽ ജനിച്ചു വീണതാണ്. അങ്ങനെ കടലോരത്ത് കടല വിറ്റ് നടന്ന സുധാമണി ഇടിമണ്ണേൽ ആണ് ഒരു ആൾ ദൈവമായി ഇന്ന് പലരും വാഴ്ത്തിയിരിക്കുന്നത്. അപ്പോ
1953 സെപ്റ്റംബർ 27 മുമ്പ് ഇവിടെ ലോകമുണ്ടായിരുന്നോ? ആ ലോകത്തെ ആര് നിയന്ത്രിച്ചു? ഈ മനുഷ്യ സ്ത്രീക്ക്, ദൈവമായി ഇപ്പോൾ മനുഷ്യൻ വാഴ്ത്തുന്ന ഈ സ്ത്രീക്ക് എൻ്റെ കീശയിലുള്ള കാശ് പോലും എത്രയാണെന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ ക്വാളിറ്റിയിൽ നിന്നും ആ ആള് പുറത്തായി എന്നാണ് അർത്ഥം. അതുപോലെ മറ്റു പലരും ദൈവമായി വാഴ്ത്തുന്ന മറ്റൊരാൾ 1926 നവംബർ 23 ആന്ധ്രയിലെ പുട്ടവർത്തിയിൽ വെങ്കപ്പ രാജുവിന്റെയും ഈശ്വരാമ്മയുടെയും മകനായി 2011 ഏപ്രിൽ 21 മകനായി ജനിച്ച് 2011 ഏപ്രിൽ 25 മരിച്ച ഒരു പുരുഷനാണ്. സത്യനാരായണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന് വെടിവെച്ചു കൊല്ലാൻ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിലേക്ക് കയറിയ അക്രമികളെ പോലും അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല, നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവിടെ 4 ആളുകളൊക്കെ മരിച്ചു വീണു പോലീസിന്റെ വെടിവെപ്പിലും മറ്റുമായി. അതും അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഇതുപോലുള്ള ഫുൾ കൈ ഷർട്ടും ഇട്ട് നിന്നാല് അദ്ദേഹം വായുവിൽ നിന്ന് വാച്ച് എടുത്ത് നിങ്ങൾക്ക് തരും. അത് HMT എന്ന കമ്പനി നിർമ്മിച്ച വാച്ചാണ് നൽകുന്നത്. അദ്ദേഹം ഒരു ദൈവമായിരുന്നെങ്കിൽ നൽകേണ്ടിയിരുന്നത് മെയ്ഡ് ഇൻ സ്വർഗം എന്ന വാച്ചായിരുന്നു. അതുപോലെ ഫുൾ കൈ അല്ല അദ്ദേഹം ഇട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വായുവിൽ നിന്ന് ഭസ്മം എടുക്കാൻ കഴിയില്ല. അങ്ങനെ 1926 നവംബർ 23 അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ലോകമുണ്ടായിട്ടുണ്ട് എങ്കിൽ, ഇവിടെ ലോകത്തെ വേറെ ഏതോ ഒരു ശക്തി നയിച്ചിട്ടുണ്ട് എങ്കിൽ ഇവരൊന്നും ദൈവമാവാൻ യോഗ്യരല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവർക്ക് ശേഷം ഇവിടുന്ന് ലോകം നിലനിൽക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാ ഭാഷയും അറിയുമോ? എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കാനുള്ള കഴിവുണ്ടോ? ഉത്തരം ചെയ്യാൻ ഒക്കുമോ? സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറയുന്നു, ഒരു ഈച്ചയെ പോലും അവർക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമ്മൾ പാരായണം ചെയ്ത് നമുക്കൊക്കെ മനഃപ്പാടമുള്ള ഈ സൂറത്തുൽ ഇഖ്ലാസിലൂടെ എത്ര സുന്ദരമായാണ് ദൈവത്തിന്റെ ക്വാളിറ്റി ഖുർആൻ വിശദീകരിക്കുന്നത്. ഈ സൂക്തം, ഈ സൂറത്ത് വിശുദ്ധ ഖുർആന്റെ 3ൽ ഒരു ഭാഗത്തിന് സമമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഖുറൈശികൾ തങ്ങൾ പറയുന്ന റബ്ബിന്റെ കുടുംബവും തറവാടും ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിച്ചിരുന്നു. അതുപോലെ ആമിർ ഇബ്നു തുഫൈലിനെ പോലെ ചില ആളുകൾ താങ്കൾ പറയുന്ന റബ്ബ് സ്വർണം കൊണ്ടാണോ വെള്ളി കൊണ്ടാണോ ഇരുമ്പ് കൊണ്ടാണോ അവന് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് അന്വേഷിച്ചിരുന്നു. ജൂതരും ക്രൈസ്തവരുമായ ആളുകൾ താങ്കളുടെ റബ്ബ് എങ്ങനെയുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അന്വേഷിച്ചിരുന്നു. ഖൈബറിലെ ജൂത നിവേദക സംഘം മലക്ക് പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ആകാശത്തെ പുകയിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ഭൂമിയെ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. നിന്റെ മുഹമ്മദേ, നിന്റെ നാഥൻ എവിടെ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നിങ്ങനെ വിവിധ ആളുകൾ അള്ളാഹു എങ്ങനെയുള്ളവനാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി ഇറക്കിയതാണ് ഈ സൂറത്ത് എന്ന് ഈ സൂറത്തിന്റെ സബബുൽ നുസൂലിൽ ഇതിന്റെ അവതരണ പശ്ചാത്തലത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം 4-5 ചെറുവാക്യങ്ങളിൽ അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. പടച്ചവൻ ഏകനാണ്, ഇണയോ തുണയോ ഇല്ലാത്ത, പങ്കാളിയോ ഇല്ലാത്തവനും അതിന് ആവശ്യമില്ലാത്തവനുമാണ്. അവന്റെ സത്തയിലോ ഗുണങ്ങളിലോ പ്രവർത്തനത്തിലോ എല്ലാം അവൻ ഏകനാണ്. അവന് തുല്യമായി അവന്റെ ഗുണവിശേഷങ്ങളുമായി യോജിക്കുന്ന യാതൊന്നുമില്ല. പ്രപഞ്ചത്തെയും അതിന്റെ ചെറുതും വലുതുമായ എല്ലാ പ്രതിഭാസങ്ങളെയും സൃഷ്ടിക്കുകയും യഥാവിധി പരിപാലിക്കുകയും ചെയ്യുന്നവനാണ്. ആ പദാർത്ഥീതനായ ഒരു അസ്തിത്വത്തെയാണ് ആരാധനക്കർഹനായ ഏകശക്തിയായി അള്ളാഹു ദൈവമായി പരിചയപ്പെടുത്തുന്നതും അള്ളാഹു എന്ന് അറബിയിൽ വിളിക്കുന്നതും. സൂറത്തുൽ ഇഖ്ലാസിനെ പോലെ സമർത്ഥമായി പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്താൻ നമുക്ക് അവലംബിക്കണം ആവുന്നതാണ് നമുക്കൊക്കെ പരിചയമുള്ള ആയത്തുൽ കുർസി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി
യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. നമുക്കെല്ലാം ആ ആയത്ത് മനഃപ്പാഠമുള്ളതാണ്. നമ്മൾ മുമ്പൊരു ഖുതുബയിൽ അയ്യുൽ ഖുർആനി അഅ്ളമു, ഖുർആനിലെ ഏറ്റവും മഹത്തായ വചനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉത്തരമായി പറഞ്ഞത് ഈ ആയത്തായിരുന്നു. ഇതിന്റെ അർത്ഥം അല്ലാഹു അവനല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ, എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അവൻ. ഉറക്കമോ ഒരു മയക്കം പോലുമോ അവനെ ബാധിക്കുകയില്ല. ആകാശ ഭൂമിയിലുള്ളതെല്ലാം അവൻ്റെതാണ്. മുമ്പിലുള്ളതും പിമ്പിലുള്ളതും അഥവാ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാം അറിയുന്നവനാണ് അവൻ. അവന്റെ അധികാര സിംഹാസനം ആകാശ ഭൂമികളെ മുഴുവൻ ഉൾക്കൊള്ളുന്നതാണ്. അതിന്റെ ഒന്നും സംരക്ഷണം അവൻ ഒട്ടും ഭാരമുള്ളതല്ല. ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ക്വാളിറ്റിയായി നമുക്ക് പറയാവുന്ന, ഒരു ദൈവത്തെ എങ്ങനെ അളക്കണമെന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു മഹത്തായ ആയത്താണ് ആയത്തുൽ കുർസി. ഈ വിശേഷണങ്ങളും മറ്റ് ആരാധ്യരെന്ന് നമ്മൾ പറയുന്ന ആളുകളുമായി ഒത്തുനോക്കിയാൽ മതി. എന്നെന്നും ജീവിച്ചിരിക്കുന്നവരാണോ അവർ? എല്ലാം നിയന്ത്രിക്കുന്നവരാണോ അവർ? ഉറക്കമുള്ളവരല്ലേ? അവർ മയങ്ങിപ്പോകുന്നവരല്ലേ? കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവർക്കറിയുമോ? ഇങ്ങനെ അവരാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ആരാധ്യര് എന്ന് പറഞ്ഞു കേൾക്കുന്ന ശക്തികളുമായി ഒത്തുനോക്കിയാൽ അവർ ദൈവമാണോ അല്ലേ എന്ന് നമുക്ക് മനസ്സിലാകും. ഏത് ഭാഷയിലും പ്രാർത്ഥിക്കാവുന്ന, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാളെ ആരാധനക്കർഹനാകൂ എന്നാണ് ഇസ്ലാമിന്റെ സങ്കല്പം. അപ്പോ ഇവനാണ് അള്ളാഹു എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഏക ഇലാഹ്. സൂറത്തുൽ ഹശ്റിൽ അല്ലാഹു ലാ ഇലാഹ ഹുവല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം വല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ എന്ന് സൂറത്തുൽ ഹശ്റിൽ രണ്ട് വാചകങ്ങളിലൂടെ അല്ലാഹു ദൈവത്തെ പരിചയപ്പെടുത്തുന്നു. അവനാകുന്നു അല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല. ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്ന പരമകാരുണികനാണ് അവൻ. വീണ്ടും അവനാകുന്നു അല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞതിനു ശേഷം സാക്ഷാൽ രാജാവാണ് അവൻ. അവൻ അങ്ങേയറ്റം പരിശുദ്ധനാണ്, യഥാർത്ഥ സമാധാനം നൽകുന്നവനാണ്, നിർഭയത്വം നിങ്ങൾക്ക് നൽകുന്നവനാണ്, എല്ലാറ്റിന്റെയും മേൽനോട്ടം വഹിക്കുന്നവനാണ്, പ്രതാപിയാണ്, പരമാധികാരിയാണ്, മഹത്വമുള്ളവനാണ്. നിങ്ങൾ പങ്കുചേർക്കുന്നതിൽ എല്ലാം മുക്തനാണ് അവൻ. സ്രഷ്ടാവും നിർമ്മാതാവും രൂപം നൽകുന്നവനുമായ അവന് ഉത്തമ നാമങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് അവശേഷിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങളുടെ അസ്മാഉൽ ഹുസ്ന നമുക്കറിയുന്നതാണ്. ഓരോ വിശേഷണ നാമങ്ങളെ കുറിച്ചും ആലോചിച്ചാൽ യഥാർത്ഥ ആരാധ്യനായ അള്ളാഹു എങ്ങനെയുള്ളവനാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ യഥാർത്ഥ ആരാധ്യനെ മനസ്സിലാക്കി അവനെ അറിയുക എന്നതാണ് അള്ളാഹുള്ള വിശ്വാസം ഉറപ്പിക്കാൻ നമുക്ക് കരണീയമായിട്ടുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിക്കണേ എന്ന് ഉണർത്തുകയാണ്. അപ്പോ ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ വിശേഷണ നാമങ്ങൾ പറഞ്ഞു കൊടുത്താൽ തന്നെ വളരെ ലളിതമായി തൗഹീദ് നമ്മളോട് ദൈവത്തിനെ കുറിച്ച് ചോദിക്കുന്ന, അള്ളാഹുവിനെ കുറിച്ച് ചോദിക്കുന്ന, യഥാർത്ഥ ആരാധ്യനെ കുറിച്ച് ചോദിക്കുന്ന ആളുകളോട് വിശദീകരിച്ചു കൊടുക്കാൻ സാധിക്കും. ഈ വിശേഷണങ്ങൾ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും അതിനർഹമാണോ എന്ന് പരിശോധിക്കാനും സാധിക്കും. ഇന്ന് നമ്മൾ കാണുന്ന വാനലോകവും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഭൂമിയും ജീവജാലങ്ങളുമെല്ലാം അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള, ഒരു സൃഷ്ടാവിനെ മനസ്സിലാക്കാനുള്ള തെളിവുകളാണ്. വിശുദ്ധ ഖുർആനിന്റെ അവതരിച്ചു തുടങ്ങിയ ആദ്യത്തെ വചനം തന്നെ
ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കാനുള്ള ആഹ്വാനമാണ്. ഹിറായിൽ വെച്ച് മുഹമ്മദ് നബിയോട് ജിബ്രീൽ പറഞ്ഞത് ഇഖ്റ എന്നാണ്. അതിന് മറുപടിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. ഞാൻ നിങ്ങളോട് വായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വായിക്കുന്ന ആളാണെങ്കിൽ, വായന അറിയാവുന്ന ആളാണെങ്കിൽ എന്താണ് വായിക്കേണ്ടത് എന്ന് ചോദിക്കും. ഞാൻ എന്തെങ്കിലും ഒരു രേഖ നിങ്ങളുടെ കയ്യിൽ തന്നുകൊണ്ടാണ് വായിക്കാൻ പറയുക. ഇനി അതല്ല, വായിക്കാൻ പറഞ്ഞാൽ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ ആളോട് പിന്നെയും നിങ്ങൾ വായിക്കാൻ പറയില്ല. എന്നാൽ അവസാന നാളുവരെയുള്ള ലോകർക്ക് മാർഗദർശകമായി ഖുർആൻ അവതരിച്ചു തുടങ്ങിയ ആദ്യ വചനം തന്നെ ഒന്നും കൊടുക്കാതെ ഇഖ്റ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്. എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ വീണ്ടും ഇഖ്റ എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു മാ അന ബിഖാരി. അപ്പോൾ നമുക്കറിയാം ആ ചരിത്രം. നബി അണച്ചു കൂട്ടി വിട്ടതിന് ശേഷം പിന്നെയും പറയുന്നത് ഇഖ്റ. നോക്കി വായിക്കാനുള്ള അക്ഷരങ്ങളിലൂടെ ഒരു വായനയല്ല അവിടെ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നാഥന്റെ നാമത്തിൽ വായിക്കുക. അതിന് ഏടുകളുടെ ആവശ്യമില്ല. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ഏത് സംഗതികളും നമുക്ക് അള്ളാഹുവിനെ വായിച്ചെടുക്കാനുള്ള ദൃഷ്ടാന്തങ്ങളായി ഇവിടെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് ഈ വായനയുടെ അർത്ഥം. അതുകൊണ്ട് അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടുള്ള ഒരു വായനയെ കുറിച്ചല്ല, മറിച്ച് പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളിലൂടെയുള്ള ഒരു വായനയാണ് ഇവിടെ ദൈവത്തെ കണ്ടെത്താൻ. അല്ലത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. എന്നിട്ട് തുടർന്നുള്ള വചനങ്ങളും അതിനെ ബലപ്പെടുത്തുന്നതാണ്. ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഒട്ടിപ്പിടിക്കുന്ന ഭ്രൂണത്തിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിന്റെ സങ്കീർണതയും അത്ഭുതങ്ങളും പഠിച്ചും ചിന്തിച്ചും ആവുന്നിടത്തോളം അതിനെ മനസ്സിലാക്കി തന്റെ രക്ഷിതാവിനെ കണ്ടെത്താനുള്ള ആഹ്വാനമാണ് ആ വചനം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അന്യൂനമാണ്. ഏത് സൃഷ്ടിപ്പിനെ കുറിച്ചും നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, താൻ സൃഷ്ടിച്ചതെല്ലാം വിശിഷ്ടമാക്കിയവൻ അത്രേ അവൻ. എല്ലാം ഒരു വ്യവസ്ഥ പ്രകാരമാണ് അള്ളാഹു സൃഷ്ടിച്ചത്. കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദരി, ഒരു കണക്കനുസരിച്ചാണ് അള്ളാഹു എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോ ആറ്റം മുതൽ ആഴി വരെയും, ഉറുമ്പ് മുതൽ ഉൽക്ക വരെയും, അമീബ് മുതൽ അണ്ടകടാഹങ്ങളൊക്കെ തന്നെയും അള്ളാഹു സൃഷ്ടിച്ചത് കൃത്യമായ കണക്കനുസരിച്ചും ഒരു കണക്കിൽ സഞ്ചരിക്കുന്ന ചലിക്കുന്ന വ്യവസ്ഥയുള്ള അണുകിട തെറ്റാതെ നടക്കുന്ന ഒരു വ്യവസ്ഥ അനുസരിച്ചുമാണ് എന്നാണ് ഖുർആനിലുടനീളമുള്ള അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ സാധിച്ചാൽ പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ, മുറ്റത്തുള്ള ഒരു വിറകുകൊള്ളിയെ പൊതിയുന്ന ചിതലിനെ നോക്കിയാൽ, ഇങ്ങനെ എന്തിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാലും അള്ളാഹുവിന്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കും. തുടർന്നുള്ള വചനങ്ങൾ ഇങ്ങനെ ഓതി നോക്കിയാൽ ഏക ആരാധ്യനായ അള്ളാഹുവിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് ഖാലിഖ് എന്ന പദമല്ല, ഇഖ്റ വറബ്ബുക്കൽ അക്രം, നിന്റെ രക്ഷിതാവ് അത്യുദാരനാണ്. എന്താണ്? അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഖുതുബയിൽ അവസാനിപ്പിച്ചത് അവിടെ വെച്ചാണ്. എന്താണ് ഖാലിഖും റബ്ബും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് ക്രിയേറ്ററും സസ്റ്റൈനറും തമ്മിലുള്ള വ്യത്യാസം? ആ റബ്ബായ പരിപാലകന ആഴത്തിൽ പഠിക്കാനാണ് ഖുർആൻ ആദ്യ വചനത്തിൽ തന്നെ ആഹ്വാനം ചെയ്യുന്നത്. ഈ സൂറത്ത് തന്നെ മുന്നോട്ട് ഇങ്ങനെ ഓതി പോയാൽ അവിടെയും ഇന്ന ഇലാ റബ്ബിക റുജ്അ, അവിടെയും റബ്ബ് എന്ന പദമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വസ്തുവിനെ സൃഷ്ടിക്കുക മാത്രമല്ല, ഓരോ സെക്കൻഡിലും
അതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും അതിനെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് മനുഷ്യനെ മാത്രമാണോ? അല്ല. ചരങ്ങളെ മാത്രമോ അല്ല, അചരങ്ങളെയും എല്ലാ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുകയും ചെല്ലാത്ത എല്ലാ വ്യവസ്ഥകളെയും കാര്യങ്ങളെയും ഓരോ സെക്കൻഡുകളും ഈ പള്ളിയിലിരിക്കുന്ന ആളുകളെ മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ചരാചരങ്ങളെയും ഓരോ നിമിഷവും എങ്ങനെ വർത്തിക്കണമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റബ്ബിനെ കുറിച്ച് നമുക്ക് അത്ര വേഗം ആലോചിച്ച് ഊഹിക്കാൻ കഴിയില്ല. ഈ പായല് പൂഴിയുടെ തരിയുണ്ടെങ്കിൽ 10,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അതൊരു കല്ലിന്റെ ഭാഗമായിരുന്നു. അന്നു മുതൽ ഈ പായയിൽ എത്തുന്നവര് അതിന്റെ അവസ്ഥാന്തങ്ങൾ അറിഞ്ഞ് അതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അള്ളാഹുവിനെയാണ് റബ്ബ് എന്ന രൂപത്തിൽ പരിചയപ്പെടുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഏത് കാര്യമുണ്ട്, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ ഏത് സംഗതി നോക്കിയാലും ഈ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാൻ സാധിക്കും. നമുക്കൊക്കെ അറിയാവുന്നതാണ് പുൽച്ചാടി, ഗ്രാസ് ഹോപ്പർ, അതുപോലെയുള്ള വവ്വാല്, ബാറ്റ്. നമുക്കറിയാം ചില ഇനങ്ങൾ ബാറ്റുകൾ, വവ്വാലുകൾ വസ്തുക്കളെ കാണുക കണ്ണുകൊണ്ടല്ല, ഇക്കോ ലൊക്കേഷൻ എന്ന രൂപത്തിൽ അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സൗണ്ട് ഒരു സ്ഥലത്ത് ചെന്ന് തിരിച്ചെത്തുമ്പോഴുള്ള റീഡിങ്ങിൽ നിന്നാണ് വവ്വാല് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ വവ്വാലിന് മനസ്സിലാകും ഇത് ചുമരാണോ, പഴുത്ത പഴമാണോ, അടക്കയാണോ, പഴുക്കാത്തതാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നതും അത് ഉപയോഗിക്കുന്നതും ഒക്കെ വവ്വാൽ ഈ സൗണ്ട് ഇക്കോ ലൊക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. എന്നാല് ഈ പച്ചത്തുള്ളൻ പച്ച കളറാണ്. അത് ഒരു പച്ച പുല്ലിലിരുന്നാൽ ഇപ്പൊ ഒരു കോഴിക്ക് മനസ്സിലാവില്ല അത് പച്ച പുല്ലാണോ തുള്ളനാണോ എന്ന്. എന്നാൽ ഇക്കോ ലൊക്കേഷൻ ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വവ്വാലിന് ഈ സൗണ്ട് അയച്ചാൽ അത് പച്ച തുള്ളനാണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ ഇരയാക്കാനും സാധിക്കും. അപ്പോൾ ഈ പച്ചത്തുള്ളന്റെ തലയിൽ നമ്മൾ കാണുന്ന രണ്ട് കൊമ്പുകളെ പോലുള്ള അവയവങ്ങളിൽ നിന്ന് വേറൊരു സൗണ്ട് പുറപ്പെടും. ഈ രണ്ട് സൗണ്ടുകളും കൂട്ടിമുട്ടി ഈ പച്ചത്തുള്ളൻ എവിടെയാണ് എന്ന് മനസ്സിലാക്കാനാവാത്ത വിധം കൺഫ്യൂഷനിലാക്കുന്ന, വവ്വാലിനെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു സ്വഭാവമാണ് അവിടെ ഉണ്ടാകുന്നത്. ഇത് മനുഷ്യൻ കണ്ടെത്തിയത് 2ാം ലോക മഹായുദ്ധ കാലത്ത് ബീപ്പിംഗ് ഏർപ്പാട്, ശത്രു വിമാനങ്ങളെ വഴിതിരിച്ചു വിടാനും ശത്രു സൈന്യങ്ങളുടെ ശബ്ദ സന്ദേശങ്ങളെ ഇല്ലാതാക്കുവാനും ഒക്കെ ആണ് ഇത് കണ്ടെത്തിയതും ഉപയോഗിച്ചതും. എന്നാൽ എത്ര കാലം മുതൽ ഇത് പച്ചത്തുള്ളൻ അറിയാം, വവ്വാലിന്റെ ഇക്കോ ലൊക്കേഷൻ ഏത് കാലം മുതൽ അറിയാം. ഇവിടെയാണ് ഈ പച്ചത്തുള്ളനെ പരിപാലിക്കുന്ന, ഈ വവ്വാലിനെ പരിപാലിക്കുന്ന ഒരു റബ്ബിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 2 ഉദാഹരണങ്ങൾ അള്ളാഹുവിന്റെ 2 വിശേഷണ നാമങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഇങ്ങനെ അള്ളാഹുവിന്റെ 99 നാമങ്ങളിലുള്ള പ്രത്യേകതകൾ ആലോചിച്ച് നോക്കിയാൽ തന്നെ ഒരു റബ്ബ് എങ്ങനെയുള്ളവനാണ് എന്ന്, നമ്മുടെ സൃഷ്ടാവ് ഏകനായ ആരാധ്യൻ എങ്ങനെയുള്ളവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അള്ളാഹുവിനെ യഥാവിധി അറിഞ്ഞുകൊണ്ട് പെരുമാറാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അങ്ങനെ വിശ്വാസം ദൃഢപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കാര്യങ്ങളും ഒക്കെ വരവേൽപ്പിക്കാൻ പറ്റുന്ന ഒരു അള്ളാഹുവാണ് നമ്മുടെ നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കാനും ഏത് പ്രതിസന്ധിയിലും നമുക്ക് അവനെ ബലവത്തായ ഒരു കയറ് പോലെ അള്ളാഹുവിനെ മുറുകെ പിടിക്കാനും നമുക്ക് സാധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് ഒരുപാട് അശാന്തികൾ പെരുക്കുകയാണ്. ഗസയിലെ പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണവുമായി പോയ ഒന്നിലധികം 23 വയസ്സായ ഒരു ആക്ടിവിസ്റ്റിന്റെ നേതൃത്വത്തിൽ പോയ കപ്പൽ വ്യൂഹങ്ങൾ വരെ അവിടെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അള്ളാഹുവെ, വിശ്വാസികൾക്കെതിരിലും നല്ല മനുഷ്യർക്കെതിരിലും ലോകത്തിന്റെ പല ഭാഗങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദുർശക്തികളെയും നീ പരാജയപ്പെടുത്തണേ നാഥ. ഞങ്ങളെ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും യഥാർത്ഥം നിന്റെ പാതാവിൽ ഞങ്ങളുടെ പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ നാഥ. ഈ പള്ളിയുടെ പരിപാലനത്തിലും ഇതിന്റെ നിർമ്മാണത്തിലും ദൈനംദിന കാര്യങ്ങളിലുമൊക്കെ സ്വത്തുകൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടുമൊക്കെ
സഹകരിക്കുന്ന എല്ലാവർക്കും നാഥ നീ അർഹമായ പ്രതിഫലം നൽകണമേ നാഥ. ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹപൂർണവും സമാധാനപൂർണവുമാക്കി തീർക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മനസ്സിനെ മതിക്കുന്ന ആരോടും പങ്കുവെക്കാനാവാത്ത സങ്കടങ്ങൾ നീ കണ്ടറിയണേ നാഥ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങളോടൊപ്പം നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹുവേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم اجرنا واجر والدينا من النار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.